യാപ്പിളാറ് യാസി, ಸಾರಿ ಮೊಹಮ್ಮದ್ ಯಾಸಿ. ಫಾರ್ ಎಕ್ಸಾಂಪಲ್, ഉദാഹരണಗೆ അങ്ങനെ ഈ യൂസുഫും ഈ യാസീനും പോയാറ്. രണ്ടാളും മെല്ലെ ചെഡ്ഡി ദോസ്തി, ഖാസ് ബ്രോ, ഭയങ്കര ചങ്ക് ദോസ്ത്. അവനക്ക് യാസീനക്ക് പെണ്ണ്. അങ്ങനെ ഏകദേശമുള്ള അവനക്ക് ആവിടുന്നല്ല നല്ല നിസ്കാരവും നിലപാടും ഓത്തും ബൈത്തെല്ലാം ഉള്ളങ്ങ്. തപ്പോരി പിള്ളമാർ ഗാഞ്ച ഭംഗി വലിക്കറങ്ങ് എന്തുവരെ ദീനും ദുനിയാവില്ലാത്ത ആളല്ല. റായത്തങ്ങ പെണ്ണ് നോക്കിയിട്ട് ടൈം പറയുമ്പോഴത്തേക്ക് മാത്രം അത് ഊറിസ്കരിക്കുക പള്ളിക്ക് വേണ്ടവണോ അല്ല. അങ്ങനത്തെ ആൾമാരെല്ലാം 4 തിങ്ങൾക്ക് മാത്രം പള്ളിക്ക് വേണ്ടെങ്കിൽ എന്തേ പെണ്ണ് നോക്ക തുടങ്ങിയാറ്. പെങ്ങന്മാർ ആങ്ങളൊക്കെ പെണ്ണ് നോക്ക തുടങ്ങിയാറ്. ആ ടൈമിൽ ആങ്ങളെ പള്ളിയിലേ സൗബിക്കലോ എന്തേ മോണക്ക് ഒന്നുണ്ടു ബണ്ടെങ്ങ ഫസ്റ്റ് കേൾക്കറ ഉസ്താദ് ഉസ്താദ് മമ്മദ് ആജിറ മോനെ നിങ്ങൾക്ക് ഓന്തുണ്ടാ? ആറ് അതാ സുലൈമാന്റെ ഇളയ, അവിടെ കൃഷ്ണാപുരത്ത് ബേക്കറി ഉള്ള അവന്റെ ഇളയ. ഗൊന്തു ആളെങ്ങനെ പള്ളികളെ ജമാത്തുകളെ കാണണ്ട. ഏബേ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല, 3 വർഷമായി. ഒക്ക പെരുന്നാൾ കണ്ടാറാ എല്ലാരും പെരുന്നാൾക്ക് കൈ തന്തറാറ് കെട്ടിപ്പിടിച്ചിറാറ്. ആയെങ്ങ് ഓണ്ട കണ്ടിട്ടില്ല. അല്ല ഉസ്താദ്, പിന്നെ കൂടെ റബീഉൽ അവ്വൽ, ബറാത്ത് ജാവു, മിയറാജ് ജാവു, അത് ഇത് നബിദിന അതെല്ലാം ഉണ്ടല്ലേ, അതിലവന്റെ കണ്ടാറാ? ഞാൻ അള്ളാണ് നേരെ കണ്ടിട്ടില്ല. അല്ല ഉസ്താദ്, കൂടെ വിക്കായത്തെ കുറെ പുള്ളന്മാർ SPവിന്റെ കിടാക്കെല്ലാം ഉള്ളാറല്ലേ, എല്ലാ വിഷയത്തിലും എതിരിൽ നിന്നിട്ട് അയിലപ്പങ്ങളൊക്കെ കണ്ടാറാ? ഞാൻ അള്ളാണ് നേരെ കണ്ടിട്ടില്ല. അങ്ങ് പിടിയായി അങ്ങ് ഓപ്പോസിറ്റ് ചെയ്യാ. ഇനി ഇതിന്റെ അപ്പുറം കേൾക്കണമെന്നില്ലല്ലേ. ഇത് അറിഞ്ഞിട്ടേ ഇന്നലെ തന്നെ ജമാഅത്തൊക്കെ പറ തുടങ്ങില്ല. ഇങ്ങനെ പേടിക്കണ്ട ഉസ്താദ്. പിന്നെ ഇപ്പൊ പിന്നെ ഒന്നുണ്ടോ, ഏതോ ഒരു ഉസ്താദിന്റെ റായത്തൊക്കെ വിട്ടാറൂല. എന്തൊരു വിഷയം ഒന്നുണ്ട, പുതിയ ആപ്പിളൊരു വിഷയം ഉള്ള പോലെ ചൊത്തയാള് റായത്തങ്ങ തയ്ക്കാണ്ട് കിടത്തിയാറ്. പുറത്തനമായും തച്ചിലെടുത്തിയാറ്. കമ്മിറ്റി അംഗമേ ഉസ്താദെ നിങ്ങക്ക് വേണാന്ന്, നിങ്ങൾ പണിയെടുത്തങ്ങ് വയ്യാവേലേ. അപ്പൊ അയാൾ കേട്ടോല്ലോ ഞാൻ എന്ത് പണിയെടുത്തിപ്പാ. അങ്ങനെ നണ്ടോട്ടം വന്ന് കേട്ടത് ഗാഞ്ച വലിക്കറാണ്, ബങ്കി വലിക്കറാണ്, ബ്രാൻഡി ഷുഗർ ജവാനുണ്ടാന്നല്ല. നണ്ടോട്ട കേട്ട് ജമാഅത്തൊക്കെ കണ്ടാറാ? ഞാൻ കണ്ടത് കണ്ട പോലെ ചെല്ലണ്ടേ. പ്രസിഡന്റായ നിങ്ങമേ പണ്ട് ആട്ടിക്കുരിക്ക പുണ്യമ കുറിക്ക, പിന്നെ അവന്റെ കാണണ്ട. ഞാനത് അങ്ങനെ മേശൊന്ന് നണ്ടോട്ടങ്ങ വേറൊന്നും കേട്ടിട്ടില്ല. പിന്നെ അങ്ങ് കേട്ടാറു വേലൂരോടെ കണ്ടാറാ. കൂടെ റബീഉൽ അവ്വലിന്റെ നബിദിന പ്രോഗ്രാം ഉണ്ട്, റബീഉൽ ആഖിറ റാത്തിബ് പ്രോഗ്രാം ഉണ്ട്, തിങ്കളിൽ സലാത്തുണ്ട് പള്ളിയിൽ. നിങ്ങളെ കാണില്ല പ്രസിഡന്റോ സെക്രട്ടറിയോ, അവന്റെ ഇൻട്ടു കണ്ടിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ മേച്ചൊന്ന്. ഇത് തപ്പല്ലോ ഉസ്താദ്, കറക്റ്റ് ആയെങ്കിലും നിങ്ങൾ പോറു. അയാൾ പോയി. അതൊക്കെ ചൊന്ന് ഇപ്പൊ എന്താ കൊണ്ടുണ്ട് ആൾമാർഗെല്ലാം കൊസിയാന്ന് നിലക്ക് വാല്യൂ ചൊല്ലണോ, ബേജാറാവിടെ പളക്ക ചൊല്ല തീറാ. അതൊക്കെ നിങ്ങൾ പോയിട്ട് ഔത്തു നിങ്ങളെ പെഞ്ഞാരോട്ട് ചൊല്ലോറു. ഞങ്ങളെ കിട്ടലതൊക്കെ അല്ലാഹു തആല ഹക്ക് പോലെ പറയാൻ അല്ലാഹു മുഅ്മിനീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അത് പറയണോ? ബായ് ഓപ്പൺ ആക്കിയ അല്ല, ആരെയും പേടിക്കണമെന്നില്ല. ചോറ് വാടയും കിട്ടും, നിങ്ങൾക്കും കിട്ടും. ആൾമാർക്ക് വേണമായിട്ട് സത്യം മറച്ചു വെക്കണമെന്നില്ല, ഹക്ക് മറച്ചു വെക്കണമെന്നില്ല, ആൾമാർക്ക് സോപ്പ് ഇടണമെന്നില്ല, ഹക്കും ബാത്തിലും നോക്കാണ്ട് ജീവിക്കണമെന്നില്ല. അല്ലാഹു തആല ഞങ്ങളെ നല്ലവരെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരട്ടെ. ഞങ്ങൾ നല്ലവരല്ല, ഞങ്ങൾ ഈ പറയുന്ന വസ്തുക്കളൊന്നും ഉള്ളോരല്ല, എന്നാലും നല്ലവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കട്ടെ. അങ്ങനെ ഈ ജണ്ടാളുണ്ടല്ലേ, ഈ ജണ്ടാൾ പെണ്ണ് നോക്ക് പോയിട്ടാകുമ്പോ അവിടെ പെണ്ണ് റബ്ബയും അയാളും നല്ല മനുഷ്യന്. അയാൾ കേട്ട് എന്തുമ്മ പേര് ദൈപ്പാട്ടി ജണ്ടാള് സോഫ സെറ്റ് ജയിച്ച ജ്യൂസ് എല്ലാം കൊടുത്തിട്ട് കുടിക്കു ചൊന്നു. എന്തുമ്മ പേര്? അപ്പൊ ചൊന്ന യൂസുഫ്, എന്റെ പേര് യൂസുഫ്. മാഷാ അല്ലാ, നീന് ഞാൻ ഓണ്ട് ചങ്ങായി 1ാം ക്ലാസ് പിടിച്ചിട്ട് പ്രീ ഡിഗ്രിയോളം ഞങ്ങൾ ഒട്ടിക്കമേ. മാത്രമല്ല ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ആത്മസുഹൃത്തുക്കളാ, ഞങ്ങൾ ഭയങ്കര ഈ ചന്തത്തിലുള്ള. അങ്ങനെ നാണ് അവൻ്റെ ഒട്ടിക്കുമേ ബന്നെ അങ്ങനെ ചൊന്ന വിഷയല്ല ചൊന്ന. അപ്പൊ നിന്റെ പേരെന്തരും അന്ന് കേട്ടയാൾ. അപ്പൊ അവൻ ചൊന്നൂല, നിന്റെ പേര് യൂസുഫ്. അത് ചൊന്നപ്പോ കാക്കൊക്കെ ഭയങ്കര ഖുഷിയായി. മാഷാ അല്ലാ, നല്ല പേര് യൂസുഫ് നബിന്റെ പേര്, നിന്റെ പേര്. അപ്പൊ അവൻ ചൊന്ന നോക്കൂ, നിന്റെ പേര് യൂസുഫ് നബിന്റെ പേര്. നിന്റെ പേരുള്ള ആ പേരിൽ യൂസുഫ് നബിന്റെ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ്. ഖുർആനിലില്ലേ? ഇല്ലേ ഖുർആനിലുണ്ട്. 111 ആയത്തുണ്ട്, 111 100 ആയത്തുണ്ട്. അപ്പൊ അവൻ ചൊന്നന്തരം എന്തുണ്ട് യൂസുഫ്. മാഷാ അല്ലാ ഒക്കു ನಾನು ಓದಿರ ನಕ್ಕದಲ್ಲಿ ಕಾಣಾದ ಪಾಠം ഉണ്ട് കുറച്ചങ്ങനെ ഓതിയ. അയാൾക്ക് ഖുഷിയായി. ആർക്ക്? പെണ്ടരെ
ചൊല്ലറല്ലേ പെണ്ണരെ അബ്ബക്ക്. കാരണം ചങ്ങായി നല്ല പിന്നെ ഓ നല്ലാവല്ലേ. അങ്ങനെ രണ്ടാമത് അവൻ്റെ കേട്ട് നിന്റെ പേര് നന്റെ പേര് യാസീന് ഒക്കെ അവിടേക്ക് എന്ത് പറ്റൂല. അവൻ കുറെ കണ്ടിട്ടേ ഇല്ല. അവനൊട്ട് കേട്ട് പേരെന്തുമ്മ? പേര് യാസീന്. അവനക്ക് മുന്നമേ ഗൊന്തുണ്ടു എന്തേ യൂസുഫും ചെന്നിട്ടാകുമ്പോ അയാള് ഓണ്ടൊട്ട സൂറത്ത് യൂസുഫ് ഓതി പാട്ടിയത് അവൻ ഓതിര. ഇനിയിപ്പോ നാണ് യാസീൻ ചെന്നിട്ടാകുമ്പോ നന്റെ പേരിൽ യാസീൻ സൂറത്ത് ഓതി വന്നെങ്കിലാ ಅದಕ್ಕೆ ಬೇಣಾಯ್ತು ಅವನು ಎಂದ್ರೆ ಚೊಂದೊಂದು ಒಂದಿಲ್ಲ ಆಜಾರ್ ನಂಡೆ പേര് യാസീന് ആയെങ്കില റായത്തങ്ങ എല്ലാരും നന്റെ വിളിக்கிறക്കുള്ളവ അത്. കാരണം ഓന് ഗ്യാസ് വേണ്ടില്ല എന്നാ അതൊന്നും ഓതിരല്ലേ വന്ന പെണ്ണ് തപ്പിയിരുന്നില്ല. ഞാൻ ചെന്നിട്ട് അതങ്ങ് ചൊന്നു വിട്ട. നിങ്ങൾ ചിരിക്കണ കാണുമ്പോൾ നക്കുണ്ട് ഔട്ടുണ്ടു ദിഗാകട് വെച്ചോണ്ടാ. അല്ലാഹു ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ധാരാളം ഖുർആൻ ഓതുന്ന ഖാരിഈങ്ങളിൽ, ധാരാളം ഖുർആൻ ഓതുന്ന താലിൽ ഖുർആനീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടുന്നില്ല, സമയം 10 ആയി, സമയം 10 മണിയായി. ഒരു കാമണിക്കൂർ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരന്നിട്ട് പിരിയാ. പെർമിഷൻ ഉള്ളത് 10 മണി വരെയാണ്. ഞങ്ങത് ഫോളോ ചെയ്യണം. ഞങ്ങത് ഉള്ളങ്കനാക്കൊത്തീകര ലീഗലായിട്ട് എപ്പോഴും ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃയാവണം. അതിനെന്ത് വിഷയമായോ അങ്ങനെ നിസ്കാരവും അങ്ങനെ കുറെ നേരം നീട്ടു ആവലല്ലേ. ಸೂರತ್ತೊಂದು ಬೆಲೆ ಬೆಲ್ದೊಂದು ಓದು ತೀರಲಿ ಚಂದಾಕೋಣ ಚಿಕ್ಕದಾದರೂ ಚೊಕ್ಕವಾಗಿರಲಿ. ಅದು ಕಡಲ ತಡಿಯ ಭಾರ್ಗವ ಕಾರಂತ ಸಾರ್ನ ಡಯಲಾಗ್ ಅಲ್ಲ, ಅದು ಮುತ್ತ ರಸೂಲುಲ್ಲಾಹ್ന്റെ ಹದೀಸ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് നീട്ടുന്നില്ല, നമുക്ക് ദുആർന്നിട്ട് പിരിയാം. ഉമ്മമാരെ സഹോദരിമാരെ, ഹബീബായ നബി തങ്ങളുടെ മജ്ലിസാണ്, പൊന്നാര നബി തങ്ങളെ പറയപ്പെടുന്ന മജ്ലിസ്, മുസ്തഫായ നബി തങ്ങളുടെ പേരിൽ ദുആരക്കപ്പെടുന്ന മജ്ലിസ്, ഹബീബായ നബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലപ്പെടുന്ന മജ്ലിസ്, ഹബീബായ നബി തങ്ങളുടെ പേരിലുള്ള സലാത്തിന്റെ വാർഷികത്തിന്റെ മജ്ലിസ്. അതുകൊണ്ട് ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ കുട്ടികള്, ഞങ്ങളെ യൂണിഫോം ഇട്ട കുട്ടികള് ബക്കറ്റ് പിടിച്ചോണ്ട് വന്നുകൊണ്ടുള്ളാറ് നാണ് കേട്ടത് വേണായിട്ട് ചൊന്നത് വേണായിട്ട് നിങ്ങൾ ബക്കറ്റിക്ക് പൈസ ഇടണ്ട, മനസ്സ് പിടിച്ചലായിട്ട് ബേജാറായിട്ട് പൈസ ഇടണ്ട. അല്ല തന്ന സമ്പത്ത്, അല്ല തന്ന മുതല്, അല്ല തന്ന പൈസ, അത് നല്ല നിയ്യത്തില് റസൂലുള്ളാഹിനെ കരുതിയിട്ട് ആ ബക്കറ്റ് കിടറോ. നിങ്ങളെ മനസ്സിന്റെ ബേജാറ് കരുതറോ, നിങ്ങളെ തടിയില് വേണ്ടപ്പെട്ടവരുടെ തടിയിലുള്ള രോഗങ്ങൾ കരുതറോ, മരണപ്പെട്ടു പോയ അബ്ബ ഉമ്മ വേണ്ടപ്പെട്ടവരെ കരുതറോ, നിങ്ങളെ ഈമാനും ഇസ്ലാമും കരുതറോ. എല്ലാം കരുതിയിട്ട് പടച്ചോനെ എല്ലാം നീ ചന്തത്തില് പൂർത്തിയാക്കണ, എല്ലാം നീ ചന്തത്തില് റാഹത്താക്കണ, എല്ലാം നീ സലാമത്താക്കണ എന്ന് കരുതിയിട്ട് നല്ലൊരു പൈസ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കണ. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ പൈസ, ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ കൂലി, ഞങ്ങളെ ശമ്പളം അത് മറന്ന് ചെലവാക്കേണ്ട ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. കൊടുത്തതിലും ബാക്കി വെച്ചതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ആരെണീക്കണ്ട. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറിലേറെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ മജ്ലിസിൽ നിങ്ങൾ ഇരുന്നവരാണ്. മുഅ്മിനീങ്ങളെ മജ്ലിസാണ്. നിങ്ങളെ ഇടതും വലുതെല്ലാം മലായിക്കത്തീങ്ങളുണ്ട്. നമുക്കൊന്ന് മനസ്സറിഞ്ഞിട്ട് ദ്വാരക്ക. ഒരുപാട് ബേജാറുള്ളവരുണ്ട്. നന്റെ ബേജാറ് എന്നൊക്കെ അറിയൂ. നിങ്ങൾക്കൊന്നുണ്ട് നിങ്ങളെ ബേജാറ് നിങ്ങളൊട്ടമേ. ഞങ്ങൾ വിചാരിച്ചാൽ മാത്രം നിങ്ങൾ ചിരിക്കര കാണുമ്പോ നണ്ട് ഇങ്ങനെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കും അറിയാ ഇയാൾ ഭയങ്കര ഹാപ്പി, വെരി ഗുഡ്, വാവ് അല്ലേ. നന്റെ ഉള്ളിൽ കാപ്പി തിളക്കുന്ന വിഷയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ആരും അങ്ങനെ മേലേ നാണ്ട് പോയിട്ട് ഒരാളുടെ ചൊല്ലെടുത്തോ, നിങ്ങൾ വന്നിട്ട് ചൊല്ലെടുത്തോ ഉസ്താദ് ദ്വാരക്കോണ് ഉസ്താദ്, പിന്നെ കടമുണ്ട് ഉസ്താദ് ഒരു 1.5 ലക്ഷം റുപ്യ ആട്ടല്ല സലാമത്താക്കട്ട്, അള്ളാഹു എളുപ്പത്തിൽ ഹലാലായി ബൈ തുറക്കട്ടെ എന്ന് ചെന്നിട്ട് ദ്വാരക്കുമ്പോ ആ ഉസ്താദക്ക് 3 ലക്ഷം കടമുണ്ട്. ಅದೆಲ್ಲರೂ ಒಳಗಿನ ಗುಟ್ಟು ಅಬ್ಬಮೇ ಬಳ್ಳಾನ, ಒಳಗಿನ ಗುಟ್ಟು ಶಿವನೇ ಬಳ್ಳ. അത് അല്ലാഹ്ക്കേ അറിയൂ, അത് ആർക്കും അറിയില്ല. അല്ലാഹു തആല ഞങ്ങളെ വിഷമവും ബേജാറെല്ലാം തീർത്ത് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല മജ്ലിസ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. ഞങ്ങളെ സ്വന്തം സെൽഫ് നോക്കുമ്പോ ഞങ്ങളുടെ വലിയ അമലും കർമ്മങ്ങളൊന്നുമില്ല. എന്നാലും മുഅ്മിനീങ്ങളെ മജ്ലിസ് അല്ലേ, അതിനൊരു ബർക്കത്തുണ്ട്.
മൂമിനീങ്ങളെ കൂട്ടത്തിന് ഒരു ബർക്കത്ത് വേറുണ്ട്. 40 മൂമിനീങ്ങൾ കൂടിയ സ്ഥലത്ത് ഇജാബത്ത് ഉറപ്പാണ്, ഉത്തരം ഉറപ്പാണ്. അവിടെ മലായിക്കത്തീങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന് സുബൈദ് പിടിച്ചിട്ട് ഇന്ന് രാത്രി 8 ഗಂಟೆത്തോള ഞാനും നിങ്ങ പല കാര്യത്തിക്ക് പാഞ്ഞ, പല കാര്യത്തിൽ ശുഗലായ, പല കാര്യത്തിക്ക് വേണായിട്ട് പെടപെടച്ച എല്ലാ ദുനിയാവിന്റെ കാര്യ അല്ലേ. ഞങ്ങളെ നാവിൽ ആരെല്ലാം എന്തെല്ലാം ചൊന്ന, ഞങ്ങളെ കയ്യിൽ പല ബുദ്ധിമുട്ടും ആക്കിയ. എന്നാൽ ഇണ്ടത്തെ നാളിൽ 2 ഗಂಟೆ ഈ 8 പിടിച്ചിട്ട് 8-8.5 ഗಂಟೆത്തോള അൽഹംദുലില്ലാ ഞങ്ങളെ ബായി കൊണ്ട് ഞങ്ങൾ ആരെയും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ നാവ് കൊണ്ട് ഞങ്ങൾ ആരെയും ഫസാദ് എണ്ണിട്ടില്ല, ഞങ്ങളെ കൈകാല് കൊണ്ട് ഞങ്ങൾ ഈ 2 ഗಂಟೆ തെറ്റാക്കിയിട്ടില്ല. ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ വേറൊന്നും ചൊല്ലിട്ടില്ല, കേട്ടിട്ടില്ല. നല്ലത് മാത്രം കേട്ട അല്ലാഹ് കബൂലാക്കട്ടെ. അപ്പൊ ഈ ടൈം ഒരു ബർക്കത്തുണ്ടോ, ഈ മജ്ലിസ് ഒരു ബർക്കത്തുണ്ടോ? ഇത് നല്ലൊരു മജ്ലിസ് ആയിട്ട് കേട. അത് നാണ് വയല് പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾ വയലുക്ക് വന്നത് കൊണ്ടുമല്ല, മൂമിനീങ്ങളെ മജ്ലിസ് ആയതുകൊണ്ട്, ഇൽമിന്റെ സമയമായതുകൊണ്ട് അതിന് പ്രത്യേകമായൊരു ബർക്കത്താണ്. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 2 ഗಂಟೆ കാട്ടി ഏറെ ദയിച്ച നിങ്ങ എന്നൊരു 10 മിനിറ്റ് ദയിക്കണോ നന്ന വേണ്ട, ഞങ്ങൾക്കൊന്ന് ദുആറന്നിട്ട് വേഗ പിരിയ. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ജാവും മാരിബിന്റെ പിന്നെ ഊടെ ഭയങ്കരമായ കിടാക്കള റബീ ഫംഗ്ഷന്, വിദ്യാർത്ഥികളെ കലാ സാംസ്കാരിക കാര്യക്രമ ജശ്നെ റബീ. അത് റായത്തങ്ങ് വന്നിട്ട് കാണണ്ടായതല്ല, അത് ഏതോ ആൾമാർ കാറ് നിപ്പാട്ടിട്ട് വന്നിട്ട് കേൾക്കണായതല്ല. നിങ്ങളെ മക്ക പാടുന്നത് അബ്ബ വന്നിട്ട് കേൾക്കണ, നിങ്ങൾ ഇളവ് പാടുന്നത് മൂത്തോണ് വന്നിട്ട് കേൾക്കണ. നിങ്ങളെ മോളോ നിങ്ങളെ മോണൂടെ പ്രസംഗിക്കരുത്, ഉമ്മ പങ്ങന്മാരെ നിങ്ങൾ വന്നിട്ട് കേൾക്കണ. ഞങ്ങ പണ്ടപ്പ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് മറ്റൊന്ന് എന്തൊക്കെ ഉസ്താദറെ ഗറോ വിളിക്കോ, ഉസ്താദ് നന്റെ മോണ് ഫസ്റ്റ് അല്ലേ പിന്നെന്താ ഗ്ലാസ് കൊടുത്തോ? ഗ്ലാസ് കൊടുത്തെന്തോ പിന്നെന്താ ഡ്രം കൊടുക്കണ, സിൻഡെക്സ് ടാങ്കി കൊടുക്കണ? നീ എന്താ ബറാത്തോ, നീ എന്താ തറാത്തോ? ഇത് മോണുകളിലെ വേണുവിള ഓന്റെ അഡ്രസ്സേ ഇല്ല. ഈ ഉടു പിടിച്ചോണ്ടേ ഓൻ ചൊന്നുണ്ട. അത് ആക്കട്ടെ, അങ്ങ് ആക്കട്ടെ. നാണുള്ള എന്തൊക്കെ വർത്തിക അങ്ങല്ലേ അത് കാണുന്ന പക്ഷേ ഇൻഷാ അല്ലാഹ് നാളെ ജാവൂ മാരിബിന്റെ പിന്നെ അല്ലേ അല്ലേ ഉസ്താദ് അല്ലേ അല്ലേ. നല്ല കാര്യക്രമ പഞ്ചഭാഷ ആടു, കഥാപ്രസംഗ, സംഭാഷണ, പഞ്ചഭാഷാ ഭാഷണ, സംഘഗാന, ബുർദ, കവാലി. അയ്യോ അല്ലാഹു തആല ഞങ്ങളെ കിടാക്കളെ ആ കഴിവിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പാട്ടെടുത്ത കിടാക്കക്ക്, പ്രസംഗെടുത്ത കിടാക്കക്ക്, ഓരോരോ പരിപാടി എടുത്ത കിടാക്കക്ക് അത് നല്ല ചന്തത്തിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവരെ ആ നിലക്ക് ഉഷാറാക്കാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ട ഞങ്ങളെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട മുഹമ്മദ് നിസാർ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ ഷരീഫ് ഫൈസി ഉസ്താദ്, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലേ എത്ര കഷ്ടമെന്നാറ് നിങ്ങൾ നോക്കിറാറ പാട്ട് മക്കളെ? ഇല്ലേ, നിങ്ങൾ ഒലക്ക പോലത്തെ മൊബൈൽ കൊടുത്തിറാറ് കൊണ്ടോ നോക്കിയിട്ട് എടുക്കറ ഇഞ്ചിയ അതിനെ സ്റ്റഡി ആക്കിയത്, അതിന്റെ രാഗതാളം നോക്കിയത്, അതിനെ കാണാതെ പഠിപ്പാട്ടിയത് എല്ലാം ഉസ്താദുമാർ അങ്ങനെയും ചന്തത്തിൽ കാണണം. എന്തും അത് ബക്കറ്റാ ആണുങ്ങ. അൽഹംദുലില്ലാഹ് സഹോദരന്മാരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ബക്കറ്റ് വരുന്നുണ്ട്. ഉള്ളതിൽ നല്ലത് നബി തങ്ങളെ ഓർമ്മിച്ചിട്ട്, റസൂലുള്ളാഹി തങ്ങളെ കരുതിയിട്ട്, നിങ്ങളെ കച്ചവട ബിസിനസ്സിൽ ബർക്കത്തിന്, നിങ്ങളെ കടങ്ങൾ കാര്യങ്ങൾ തീരാന്, നിങ്ങളെ മക്കളെ ഭാര്യമാരല്ല കാക്കാന്, നിങ്ങളെ മരിച്ചുപോയ ബമ്പുമാക്കയുടെ കൂലി കിട്ടാന് എല്ലാം കരുതിയിട്ട് നല്ലൊരു പൈസ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മാരിബിന്റെ ശേഷം പരിപാടിയുണ്ട്. നാളെ കുറച്ച് ഏറെ ഇരിക്കേണ്ടതുമാണ്. കിടാക്കളെ പരിപാടി എല്ലാം തീരണ്ടേ. അമ്പരപ്പാക്കോ തീറ ഉസ്താദ് തെല്ല അർജന്റ് വിളിക്കോറു, വേഗ വിളിക്കോറു ആക്കോ തീറ. കിടാവ് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് പഠിച്ചത് 15 പിടിച്ചിറ്, 20 പിടിച്ചിറ്. ആ കിടാവിനെ നാളെ നിങ്ങൾ അർജന്റ് ആക്കി എന്താവും ഉസ്താദ്? ഇത് ബാക്കി മദ്രസ ഉൾക്ക പാടാ, പിന്നെ സ്റ്റേജിൽ എന്തൊക്കെ കെട്ടിയോ 8 കിടാക്കൊക്കെ പാടുക വേണായിട്ടാ. ബാക്കി എല്ലാം അവിടെ പോയിട്ട് പാടും, ബാക്കി കിടാവ് ബേജാറാവല്ലേ. അപ്പൊ എല്ലാ ചന്തത്തിൽ സമാധാനത്തിൽ നടക്കണോ, തെല്ല് സബുറല്ല വേണോ, ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തിൽ വേണോ. നാളെ നിങ്ങൾ വേഗ പറഞ്ഞോ. അള്ളാഹു ഞങ്ങളെ പരിപാടി ഞങ്ങൾ വിചാരിച്ചതിനേക്കാളേറെ ചന്തത്തിലാക്കിയിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഇടയിലൊരു വിഷയ, ഞങ്ങളെ പള്ളി മദ്രസ ജാഗല്ല, രജിസ്റ്റർ ആയിട്ടില്ല. അല്ലേ 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 അങ്ങനല്ലേ ചൊന്നോ? കണക്ക് തിരിഞ്ഞിട്ട് പെടിഞ്ഞായി. ഓപ്പൺ
അതെ അതെ, ആ മദ്രസക്ക് സ്ഥല രജിസ്ട്രേഷൻ്റെ വിഷയത്തിൽ ഒരു 3 ലക്ഷത്തി ചില്ലാന ഉറുപ്പ് ചിലവുണ്ട്. വിൽക്കോ, കാരണം എന്താ, റോഡ് സൈഡ് ഹൈവേ, നല്ല നാട്, മാഷാ അല്ലാ, വലിയ ബലമുള്ള നാട്. അള്ളാഹു ഞങ്ങളെ നാട്ടിന്റെ ബല ഖിയാമത്ത് നാളോളം നിലനിർത്തട്ട്. ഏത് ബല? ലക്ഷത്തിന്റെ ബല അല്ല, ഇസ്സത്തിന്റെ ബല. മാഷാ അല്ലാ, ഞാൻ വിചാരിച്ചത്ര ഒന്നുണ്ടോ പറയുമ്പോ എന്നൊക്കെ ഒന്നില്ലല്ലേ, ദൂരത്തിന് വേണ്ട ആളല്ലേ. ഞാനൊരു 5:40 ഇഴിഞ്ഞുതരാം. പിന്നെ ഞങ്ങളെ കേരളത്തിലുള്ള റോഡിന്റെ പണിയെല്ലാം ഭയങ്കര ജോറിൽ നടക്കുന്ന കൊണ്ടോ ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ തോന്നും ഞാൻ എന്ത് എറുമാള് ബടാമേ. മാഷാ അല്ലാ, അള്ളാഹു താല എല്ലാത്തിലും ഉഷാറാക്കട്ടെ. അപ്പോൾ ഒരു 3 ലക്ഷത്തിലേറെ ഉറുപ്പ് ചിലവുണ്ട് രജിസ്റ്റർക്ക് വേണമായിട്ട് മാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടണം ആ വിഷയത്തിൽ. അതിനൊക്കെ വേണ ഇതെല്ലാം നിങ്ങൾ ആക്കണം. കുറേ ആൾമാരെല്ലാം കൊടുത്തിറാറ്. മാഷാ അല്ലാ, 1, 2, 3 ആൾക്കാർ 10,000 എല്ലാം കൊടുത്തിറാറ്. അള്ളാഹു താല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലി ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അള്ളാഹിന്റെ പള്ളി മദ്രസന്റെ കാര്യം നല്ലപോലെ മനസ്സ് തുറന്നിട്ട് ഏറ്റെടുത്ത ആ മനുഷ്യന്മാരുടെ ഉദ്ദേശം, അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കട്ടെ. അവർ വിചാരിക്കാത്തവയിലൂടെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങളും അങ്ങനെ ആ വിഷയത്തിൽ സഹായിക്കണം. ബക്കറ്റ് നേരെ എല്ലായിടത്തും പോകണം. മാവല എല്ലായിടത്തും മനുഷ്യന്മാർ ഇടാണ്ടിക്കട്ട്, നീ കാട്ടാണ്ടിക്കണ്ട. ഓക്കെ ഉസ്താദ്, മാഷാ അല്ലാ. അയ്യവാ, ഞങ്ങൾ ഈ പരിപാടിക്ക് നാളെ ഉണ്ടാങ്ങളത് മദ്ര ജ്യൂസ്, അതുപോലെ തന്നെ പഫ്സ്. മാഷാ അല്ലാ. ഇതെന്താ ഈ 10 മണി കഴിഞ്ഞല്ല കുടിക്കുന്ന ജ്യൂസ് ഉണ്ടോ? ഇനി വെച്ചിട്ടാണ് ಬೇಗ ಸ್ಪೀಡ್ ಹಾಕರು, ಏನು ಲೇಟ್ ಹಾಕಂಡ. തെല്ല് കുറച്ചാൽ മറുപടിയും കൊടുക്കറു, എല്ലാ അവിടെയും പോയിട്ട് കൂടണ്ട. തെല്ല സ്പീഡാക്കും, ലേറ്റ് ആക്കണ്ട. വേറെ ഒരാൾ വന്നിട്ട് ടൈമായി നിപ്പാട്ടൊരു ചൊല്ലിട്ട് മുന്നോലും ഞങ്ങൾ നിപ്പാട്ടും. അതിനൊക്കെ അവസരം കൊടുക്കത്തില്ല. പാടിയിട്ട് കൂറ്റി പോകേണ്ട മുന്നോലും പാട്ട് നിപ്പാട്ടും. കൂറ്റി പോയ പിന്നെ ആൾമാർ വന്നിട്ട് ഉസ്താദ് കൂറ്റി പോയിരല്ല നിപ്പാട്ടൊരു ചൊല്ലിട്ട് കർത്തയില്ല, അവൻ നിപ്പാട്ടണേ എന്റെ കൂറ്റയില്ലല്ലേ. അതിനൊരു അവസരം കൊടുക്കത്തീറ. അൽഹംദുലില്ലാ, ഞങ്ങൾ ഈ ഫംഗ്ഷനുക്ക് വേണമായിട്ട് ജ്യൂസ്, പഫ്സ് അങ്ങനത്തെ കുടിക്കുന്നതെല്ലാം സൗകര്യമാക്കിയത് അൽമദീന യങ് മെൻസിന്റെ ബാല്യക്കാരായിട്ടിക്കട്, അതിന്റെ മെമ്പർമാരായിട്ടിക്കട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ യങ് മെൻസിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ആ പ്രവർത്തനം അള്ളാഹു കബൂലാക്കട്ടെ. അതുപോലെ തന്നെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അൽമദീന യൂത്ത് വിങ്ങിന്റെ യങ് മെൻസിന്റെ ആൾമാർ, മെമ്പർമാർ, പിന്നെ ലൈസൻസ് ശരിയൊന്നും വേണമായിട്ട് അല്ലേ. ഏത് ലൈസൻസ്? അവന്റെ ലൈസൻസാ ഒരാളാ? ഇങ്ങനെ ഓക്കെ, മാഷാ അല്ലാ. നമ്മൾ വിട്ട ഒരാള് മെമ്പർ, അയാളെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് അതൊരു വലിയൊരു എവിഡൻസ് അല്ലേ, ഒരു ഡോക്യുമെന്റ്സ് അല്ലേ, അത് വലിയൊരു ആവശ്യമല്ലേ. അള്ളാഹു താല അത് എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതിന് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ട് അയാളും സംഭാവന കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു വിചാരിച്ചതിനേക്കാളേറെ ചന്തത്തിൽ പൂർത്തിയാക്കട്ടെ ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാ പിരിയാം. ഞാൻ നീട്ടുന്നില്ല. നാളെയും നിങ്ങൾക്ക് പരിപാടിയുണ്ട്, നാളെ എനക്കുമുണ്ട്. ഞാൻ എൻ്റെ ബിസി ചൊന്നല്ല, എൻ്റെ തിരക്ക് ചൊന്നല്ല. ലേറ്റാക്കോ തീറ, കുറെ ലേറ്റാക്കി. നാളെ നിങ്ങമേയല്ല പറഞ്ഞായത്, ഇതേ മക്കമല്ലേ നാളെ പറഞ്ഞായത്. സാല മാത്രല്ല റജ അല്ലേ, സാല റജ അല്ലേ, കൂടെ ഇല്ലേ ഞങ്ങളവിടെ റജ. ഓണം ഫെസ്റ്റിവൽ 14 റജ ഇവിടെ ഇല്ലേ. അത് നബിദിന ഉണ്ട് അല്ലേ, ಅದಕ್ಕಲ್ಲ റജ. നബിദിനത്തേക്ക് ഓൾ ഇന്ത്യ റജ. അത് നമ്മളെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഔദാര്യം അല്ല. അത് ഇന്ത്യ മഹാരാജ്യത്ത് ഫസ്റ്റ് നബിദിനത്തേക്ക്, പ്രവാദി ദിനത്തേക്ക് റജ പാസാക്കിയ ആള് VP സിംഗ് എന്ന വിശ്വനാഥ് പ്രതാപ് സിംഗ് പ്രധാനമന്ത്രിയായപ്പോ. നിങ്ങൾക്ക് നാളെ റജല. അപ്പൊ നാളെ കിടാക്ക് സ്കൂൾ ഉണ്ടല്ലേ അല്ലേ. നാളെ മോന്തിക്ക് അങ്ങ് ಬೇಗ ಬರ್ನೋ, നാളെ മദ്രസ ഉണ്ടോ, ഫംഗ്ഷൻ ഉണ്ടോ. അപ്പൊ ലേറ്റ് ആക്കണ്ട, ടൈമിಗೆ നിപ്പാട്ടണോ. മാത്രമല്ല കുറച്ച് വയസ്സുള്ളവരെല്ലാം ഉള്ളാറ്, അങ്ങല്ല ബുദ്ധിമുട്ടല്ല. കുറെ ആൾമാർക്ക് ജോലി അത് ഇതെല്ലാം ഉണ്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. ഇനി ദ്വാരക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ജ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വേഗം നല്ല ക്ഷീരണിയുണ്ട്, കുടിക്കുന്നുണ്ട്. എല്ലാം മേങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. ഞങ്ങളെ ഇത് സംവിധാനിച്ച് സൗകര്യപ്പെടുത്തിയ ഞങ്ങളെ അൽ മദീന യങ് മെൻസ് ഇൻഷാ അല്ലാ കൊണ്ടിരിക്കും.
നമ്മൾ ഈ പരിപാടിൻ്റെ എല്ലാ നിയന്ത്രണവും മദ്രസ മാനേജ്മെൻറ്റാണ്. ഞങ്ങൾ അൽ മദ്രസത്തു ദീനിയാത്ത് അവരാണ് ഇതിൻ്റെ വലിയ നേതൃത്വം. ആ മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ എല്ലാ സെറ്റപ്പും. അള്ളാഹു താല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. 1-2 ഏലമുണ്ട്. ഒരാളിങ്ങ് പറയുവാറ ഒരു വിൽക്കാനിങ്ങ് അതൊന്ന് തരാം. മാഷാ ബുദ്ധിമുട്ടാവാ. രണ്ട് എടുക്കാറോ അല്ലേ? ഇത് നമ്മൾ ഈ നാടപ്പൊണ്ടമോ അല്ല ആ മരുതുക്ക് എടുക്കണോ? നാടപ്പൊണ്ടമോ? ഞങ്ങളതായത്തല്ല ഇത് മരുതുക്ക്. ഇത് ചന്തങ്ങപ്പൊണ്ടെന്ന് പറയും. ഇങ്ങനത്തെ അതല്ലല്ലേ? അതെ ഇത്. മാഷാ അല്ലാഹ്. എന്തുവാട്ടെ അള്ളാഹ് ഇതിവിടേക്ക് എത്തിച്ചവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മുറാദ് അല്ലാഹ് ഹാസിലാക്കി കൊടുക്കട്ടെ. നിങ്ങൾ തന്നതെല്ലാം മേങ്ങണോ, തിന്നണോ, കുടിക്കണോ, ഇപ്പറ വിളിക്കണോ? എത്ര ചൊല്ലോ? 2 പൊണ്ട 313 വന്നോ, 313 വന്നോ. ലേറ്റാക്കണ്ട, വേഗ 313 വന്നോ. 313 2 313 2 350 വന്നോ. 350 വന്നോ. 352 350 3. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊടുക്കും അയാളൊന്നും മേങ്ങാലെ. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അദ്ദേഹം വിളിച്ചതിലും ബാക്കി വെച്ചതിലും വാഗ്ദാനം ചെയ്തതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കുടുംബത്തിലും ആയുസ്സും ആരോഗ്യവും ഏറ്റി കൊടുക്കട്ടെ. അതാ ഇനി ഒരു 2 എന്ത് ഗന്ധകാളിയാ? എന്ത് ഗന്ധാളി? ഗന്ധകാളിയല്ലേ, ഗന്ധാളി പൊണ്ട. ഞങ്ങൾ ഇളനീർന്ന് പറയല്. 313 വന്നോ. 2 പൊണ്ട 313 വന്നോ. ഈ ഏലം വേണ്ടമ്മ. ലൈവ് ഏലമോ സ്റ്റോപ്പ്. പിന്നെ ഏലം ഇക്കട്ടെ, വിഷയത്തിൽ എന്താ ചില ആൾമാർ ലൈവ് നോക്കിയിട്ട് സംഭാവന ചൊല്ലിട്ട് ആൾമാരുള്ള ഗൾഫിലങ്ങല്ല ഉണ്ടെങ്കിൽ മോശമൊന്നുമില്ല, നക്ക് മോശമൊന്നുമില്ല. പിന്നെ നാളെ ഓരോരുത്തർ ക്ലിപ്പാക്കാറില്ല, അതല്ല ലാഭം. ആട്ട് അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇരുന്നിട്ട് ചന്തത്തിൽ പിരിയാം. അള്ളാഹു ഞങ്ങളെ കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ടവരമലാക്കണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഈ കാര്യക്രമ എൻഡ് പോയിന്റിലുണ്ടോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദുആ കൂടി ദുവർന്നിട്ട് സ്വലാത്തോടെ കൂടി ഞങ്ങൾ തീർക്കോ പോണ്ട. അതൊക്കെ മുന്നോളായിട്ട് ഞങ്ങളെ ഇന്നത്തെ കാര്യക്രമത്തേക്ക് ഞങ്ങളൊരു ചെറിയൊരു ആഹ്വാനത്തേക്ക് ഞങ്ങൾ ഈ എർമലക്ക് വന്നിട്ട് ഞങ്ങൾക്ക് നല്ലതുപോലെ ദീൻ്റെ വിഷയ വിശദീകരിച്ച് തന്നെ ഞങ്ങളെ ഉസ്താദക്ക് ഒരു ചെറിയ നിലക്കുള്ളൊരു സന്മാന കാര്യക്രമമായിട്ട് ഇവിടെ ഈ സ്റ്റേജ് ഇപ്പോൾ സാക്ഷിയായിട്ടുള്ളേ. ഞങ്ങളെ ഉസ്താദക്ക് സന്മാനാക്കുകയായിട്ട് അൽ മദ്രസ ദീനിയാത്ത് ഇതിരെ പ്രസിഡൻ്റായിട്ടുള്ള ഇജ്ജബ് ഹാജിയും ജാമിയ മസീദ് ഇതിരെ ഖതീബ് ഉസ്താദായിട്ടുള്ള ഷബീർ ഫൈസ് ഉസ്താദും അതേപോലെ സമസ്ത മാനേജ്മെൻറ്റ് ഇതിരെ പ്രസിഡൻ്റായിട്ടുള്ള റഹ്മാനാക്ക കൊച്ചിക്കാട് അവരുകളെയും അതേപോലെ വേദിക്കലുള്ള എല്ലാ ഉസ്താദുമാരെയും ഞാൻ ആഹ്വാനാക്കിയുള്ള ഇതൊരു ചെറിയൊരു സന്മാനം സ്വീകരിക്കുകയായിട്ട് ഞങ്ങളെ ഇന്നത്തെ പ്രഭാഷകൻ മുഹമ്മദ് ഹനീഫ് നിസാമി മുഗറൽ ഉസ്താദിനെ ഞാൻ ആഹ്വാനാക്കിയിട്ടുണ്ട്.
الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അടുത്തതായിട്ട് ഞങ്ങളെ എൻ്റെ ഒരു ചെറിയൊരു ആഹ്വാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഈ കാര്യക്രമത്തിൽ വന്നിട്ട് ചന്താക്കി തന്നെ സമസ്ത ഉടുപ്പി മദ്രസ മാനേജ്മെൻറ്റ് ഇതിൽ അധ്യക്ഷനായിട്ടുള്ള അബ്ദുറഹ്മാൻ കുച്ചിക്കാട് ഇയാൾക്കൊരു ചെറിയൊരു സന്മാനമായിട്ട് സ്മരണിക്ക് ഇൻഷാ അല്ലാഹ് കൊടുക്കുക ഉദ്ദേശിച്ചിര ആ സ്മരണിക്ക് സ്വീകരിക്കുകയായിട്ട് അബ്ദുറഹ്മാൻ കുച്ചിക്കാട് ഇവരുകളെയും അത് കൊടുക്കുകയായിട്ട് ഞങ്ങളെ വേദിക്കലുള്ള എല്ലാ മഹാവ്യക്തികളെയും നാണ് ആഹ്വാനാക്കിയിട്ടുള്ളത്. ಇನ್ನೊರು ಸ್ಮರಣಿಕಾಯಿಟ್ಟಿಕಡ ഞങ്ങളെ ബിലിക്ക് ആഹ്വാനായിട്ട് വന്നു ഹാഷിർ ഫൈസി അൽ മാബേരി ഉസ്താദ് മുഅല്ലിമോ കുഞ്ചൂർ മദ്രസ ഇയാൾക്ക് ഒരു ചെറിയൊരു സ്മരണിക്ക് കൊടുക്കുകയായിട്ട് ഞങ്ങളെ അൽ മദ്രസ ദീനിയത്തിലെ സെക്രട്ടറി എന്നാണ് ആഹ്വാനാക്കിയിട്ടുള്ളത്. ببركة بسم الله الله أكبر الله أكبر الله أكبر ولله الحمد. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദച്ചങ്ങ എല്ലാം നിന്നിട്ടുള്ള എല്ലാ ആളുമാരും ഇൻഷാ അല്ലാഹ് ദച്ചിട്ട് സഹകരിക്കൂ. ഇൻഷാ അല്ലാഹ് ഈ കാര്യക്രമത്തെ മെയിൻ പോയിന്റുള്ള ദുആ കാര്യക്രമം ഇൻഷാ അല്ലാഹ് നടക്കുക പോണ്ടോ എല്ലാ ആളുമാരും സദസ്സിൽ ചന്തായിട്ട് അദബലു അച്ചടക്കത്തിൽ ദച്ചിട്ട് സഹകരിക്കൂ. ആമീൻ ചൊല്ല്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമറഹ്മാനായ രാജ സയ്യിദാ മുൽക്ക് ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ മലാക്കണേ അല്ലാ, നാഫിയായ ഇൽമാക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഉപകാരപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നത് വരെ ഇൽമുൻ നാഫിയിൻ്റെ ഖിദ്മത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഈ നല്ല മജ്ലിസിൽ ഞങ്ങൾ ദുആരക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ അല്ലാ. ഒരുപാട് ആൾക്കാർ ദുആര കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ സുഖമില്ല, ക്യാൻസർ രോഗത്തിലായിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പഠിച്ചവനെ നിന്റെ മഹലായ ഫضل കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ അവരിലും ഞങ്ങളിലുമുള്ള എല്ലാവിധ രോഗങ്ങളും, ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും നീ മരുന്നില്ലാതെ ശിഫയാക്കണം തമ്പുരാനെ. താങ്ങാൻ കഴിയാത്ത പേടിക്കപ്പെടുന്ന രോഗങ്ങളും പ്രയാസങ്ങളും തന്ന് സാധുക്കളായ ഞങ്ങളെ നീ ബുദ്ധിമുട്ടാക്കരുത് അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് അല്ലാ. പഠിച്ചവനെ പള്ളിൻ്റെ കാര്യത്തിലും മറ്റും ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്.
എല്ലാം നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ, ഞങ്ങൾ ഓതിയതിൻ്റെ, ഞങ്ങളെ ദുആയുടെ, ഞങ്ങൾ കൊടുത്ത സ്വതക്കയുടെ പ്രതിഫലം, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ മിസ്ല് സവാബ്, അതിൻ്റെ കൂലി ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവർക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും നീ എത്തിച്ചു കൊടുക്കണം തമ്പുരാന്. പടച്ചവനെ, അവസാനം മരിക്കുന്ന സമയം ഈമാനോടുകൂടി സലാമത്താക്കണം തമ്പുരാന്. പടച്ചവനെ, ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിൽ തരണം തമ്പുരാന്. കൊടുക്കാനുള്ളതിനും കിട്ടാനുള്ളതിനും നീ ഹലാലായ മനസ്സും മാർഗവും വഴിയും ബോധവും എളുപ്പമാക്കി തരണം തമ്പുരാന്. പടച്ചവനെ, ഞങ്ങളെ മുറാദ് നീ ഹാസിലാക്കണേ തമ്പുരാന്. അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി സലാമത്താക്കണം തമ്പുരാന്. ഞങ്ങളെ പള്ളിൻ്റെ രജിസ്ട്രേഷന്റെ കാര്യം, അതുപോലെ തന്നെ മറ്റു മദ്രസന്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പത്തിൽ വിചാരിക്കാത്ത രൂപത്തിൽ നീ പൂർത്തിയാക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി വലിയ നേതൃത്വം കൊടുത്ത് സഹായിച്ച സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങളെ അൽ മദ്രസത്തു ദീനിയ ഇതിൻ്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ, ഞങ്ങളെ അൽമദീന യങ് മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ, ഇവിടെ വന്ന് ഇരുന്ന് സഹകരിച്ച ഉമ്മ പെങ്ങന്മാർ, സഹോദരന്മാർ, ഞങ്ങളെ വന്യരായ ഉസ്താദുമാർ, അവർക്കൊക്കെയും പ്രത്യേകിച്ച് എൻ്റെ അഭിവന്യ സുഹൃത്തായിട്ടുള്ള ഞങ്ങളെ പിന്നെ എർമാള് പള്ളിൻ്റെ ഖത്തീബ് ബഹുമാനപ്പെട്ട NM മുഹമ്മദ് ഷബീർ ഫൈസി ഉസ്താദ് നേരത്തെയുണ്ട്. ഞങ്ങളെ പരിപാടിയുടെ ഉദ്ഘാടനം കൂടിയാണ്. അല്ലാഹു തആല അവർക്കും ഞങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളെ കച്ചവടം ജോലിയിലൊക്കെയും നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം തമ്പുരാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണം തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ പുറക്കണം തമ്പുരാനെ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ